morning. Good morning. Good morning, ma'am. Good morning. Good morning. Good morning. Technical എന്തോ ഒരു ഇത് വന്നു, ഇഷ്യൂ വന്നു, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയേ. ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഓണാക്കുമ്പോ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളുടെ ക്ലാസ്സിനെ അത് പക്ഷെ ഇത് കുറച്ചു നേരമായി, അതുകൊണ്ടാണ്. അതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ ഓണാക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിങ്ങിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും 10:30 ആകുമ്പോഴേക്കും. പക്ഷെ ഇത് കുറച്ചു നേരം വെരിഫിക്കേഷൻ എന്തോ വന്നതാണ്. ഓക്കെ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഓക്കെ, വെച്ച് നമ്മുടെ ക്ലാസ് ഒന്ന് ഡിലേ ആയതിന്. വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയാ? അതല്ലല്ലോ. വിഷു ഒക്കെ കഴിഞ്ഞപ്പോ വിഷുവിന്റെ ഹാങ് ഓവർ. ഹലോ ഹലോ, ഓക്കെ ആണോ എല്ലാവരും? വായിച്ചു നോക്കാൻ സമയം കിട്ടിയില്ല എന്നാണോ പറയണേ? കിട്ടി. നമ്മൾ എടുത്ത ഭാഗം അത്രയെങ്കിലും വായിച്ചു നോക്കിയാൽ മതി. ക്ലിനിക്കൽ ഓഡിറ്റ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. ചാപ്റ്റർ അതാണ്. പേജ് നമ്പർ ഉണ്ടോ എന്ന് പറയാമോ? പേജ് നമ്പർ തന്നെയാന്ന് തോന്നുന്നത്. 70. പേജ് നമ്പർ ഇല്ല നമ്മളെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കിന്. 70 ആണല്ലേ? പക്ഷെ പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത ചാപ്റ്റർ പ്രിപ്പറേഷൻസ് ഫോർ ഓഡിറ്റ്. ഒരു ഓഡിറ്റിന് വേണ്ട പ്രിൻസിപ്പിൾസ്. അതന്നെ, അതിനകത്ത് വരുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാനുള്ള ഭാഗം. അടുത്ത ഭാഗത്തേക്ക് ക്ലാസ്സുകള് ഐ തിങ്ക് തേഴ്സ്ഡേ ഫ്രൈഡേയും കുറച്ചധികം ക്ലാസ്സുകൾ ഇപ്പൊ പോകാനുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മള് തേഴ്സ്ഡേ ഫ്രൈഡേ പോയി. അതുകൊണ്ട് അങ്ങനെ കുറെ ക്ലാസ് പോകുമ്പോഴേ നമുക്കത് നമ്മുടെ ഇതിനെ ബാധിക്കും. യെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഒരു ഫ്രൈഡേ. അതെ, ചിലപ്പോ നാളെ എനിക്കും നാളത്തെ ക്ലാസ്സിന്റെ മിസ്സാകും. നാളെ ഞാൻ ചിലപ്പോ ഉണ്ടാവില്ല. അതിന് പകരം വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട് ആളുടെ ക്ലാസ്. അടുത്ത വീക്കിൽ ഞാൻ എടുക്കും. ഓക്കെ, സാറ്റർഡേ ക്ലാസ് ഉണ്ട്. പക്ഷേ അത് നമ്മൾക്ക് മൺഡേയുടെ ടൈം ടേബിൾ ആണ്. മൺഡേയുടെ ടൈം ടേബിൾ ആയതുകൊണ്ട് വീണ്ടും എനിക്ക് കിട്ടില്ലല്ലോ. നാളെ എനിക്കൊരു അത്യാവശ്യത്തിന് ലീവ് എടുക്കണം. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, സോ ക്ലാസ് നമ്മൾ അടുത്ത ആഴ്ചയിൽ ഞാനത് തിരിച്ചിരിക്കും. നാളത്തേക്ക് അത് കൊടുത്തിട്ട്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിൾസ് എന്താ പറയാ, അതില് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഇങ്ങനെ അവര് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റൽസിന്റെ ക്വാളിറ്റി വളരെ എൻഹാൻസ് ചെയ്യാം. അവിടെയുള്ള പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കുക. ആ കെയറിങ്ങിനെ എൻഹാൻസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അതാണ് ദാറ്റ് ഈസ് ദ മെയിൻ എയിം ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് അക്കോർഡിംഗ് ടു നാബ് പറയുന്നത് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? യെസ്, നാബ് പറയുന്നത് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു ബി ഓഡിറ്റഡ് വൺസ് ഇൻ എ ഇയർ എന്നാണ്, അല്ലെ? ഓരോ വർഷത്തിലും ഓരോ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഏരിയയും നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റിംഗ് നടത്തണം. ഇതെന്തിനാ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന പേഷ്യൻസിന് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കെയറിങ്ങിന്റെ ആ ക്വാളിറ്റിയെ നമുക്ക് എൻഹാൻസ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മെയിൻ എയിം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് when it is done, what are the principles based on?
എന്ത് പ്രിൻസിപ്പിൾസ്, എന്ത് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്ലിനിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ ഫോർ ദ ഓഡിറ്റ്. അതായത് പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടി ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സഡൻ ആയിട്ട്, ഇപ്പൊ ഒരു എത്ര എമർജൻസി ആണെങ്കിലും സഡൻ ആയി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി അല്ല ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. പ്രീ പ്ലാൻസ്, തീർച്ചയായിട്ടും അതൊരു നേരത്തെ കുട്ടികളുടെ പ്ലാനിങ്ങോട് കൂടി തന്നെ മാത്രമേ നമുക്ക് ഓഡിറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു പ്രിപ്പറേഷൻ ഈസ് വെരി വെരി നെസസറി. ഏറ്റവും നന്നായിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇഫ് യു ആർ പ്രോപ്പർലി പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്, ഇറ്റ് ഈസ് ദ സക്സസ് ഓഫ് ദ ഓഡിറ്റ് പ്രോജക്ട്. നമ്മൾ നല്ല രീതിയിൽ ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ആ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ പ്രോജക്റ്റിനെ, ആ ഒരു പ്രോസസ്സിനെ വളരെ വിജയകരമായിട്ട് അവസാനിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ നേരത്തെ കൂട്ടി നമ്മൾ പ്രിപ്പറേഷൻസ് നടത്തണം. ആ പ്രിപ്പറേഷൻസ് തന്നെയാണ് ഓഡിറ്റിന്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചാടിപ്പടഞ്ഞ് ഓടിപ്പടഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതിന് വേണ്ട ആരൊക്കെയാണ് ഓഡിറ്റിംഗ് ടീമിൽ വരേണ്ടത് എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, എന്ത് സ്റ്റാൻഡേർഡിന്റെ ബേസിലാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തേണ്ടത്, ഇങ്ങനെയുള്ള ചില ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ വേഗം പോയി ചെയ്താൽ അത് നല്ലൊരു ഓഡിറ്റിംഗ് ആയി തീരില്ല. സോ പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് നെസസറി ആണ് ഫോർ ദ സക്സസ് ഓഫ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് വെൻ വി ആർ ചൂസിങ്, എന്ത് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഏത് കാര്യമാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചൂസിങ് ദ ടോപ്പിക്, അതായത് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്ന ടോപ്പിക് എന്താണ് അത് ആദ്യം തന്നെ നമ്മൾ കണ്ടെത്തുക. അതായത് വി ഹാവ് ടു ചൂസ് ദ ടോപ്പിക് ഫോർ ദ ഓഡിറ്റ്. എന്തിനാണ്, ഏത് ഏരിയ, ഏത് പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച്. ഇപ്പൊ ഒരു സർജറി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കാം. പലതരത്തിലുള്ള ജനറൽ സർജറീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ജനറൽ സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നോക്കുക. അപ്പൊ അവിടെയുള്ള പ്രൊസീജിയേഴ്സ്, അവരുടെ സർജറി പ്രൊസീജിയേഴ്സ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നത്, അവിടെ ഏതെങ്കിലും രീതിയിൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണം. സോ ആ ഒരു ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ടോപ്പിക് മനസ്സിലായി. അപ്പൊ എന്തിനാണ് നമ്മൾ, എന്തിനു വേണ്ടിയിട്ടുള്ള ഓഡിറ്റിംഗ് ആണോ നടത്തുന്നത് അതിനെ കുറിച്ച് നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ വാല്യുബിൾ ആയിട്ട് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ആക്കി തീർക്കണമെങ്കിൽ ഒരു വിലയേറിയ എന്ന് വെച്ചാൽ വാല്യുബിൾ ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വാല്യുബിൾ ആയിരിക്കണം. നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്താൽ പോരല്ലോ, അല്ലെ? നമ്മൾ ചെയ്യുന്നത് വളരെ മൂല്യമുള്ളതായിരിക്കും. അപ്പൊ ആ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനു വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. ആ തയ്യാറെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ചില ഇമ്പോർട്ടന്റ് തിങ്സ് ആണ് ചൂസിങ് ദ ടോപ്പിക്. ഒന്നാമത് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്യാം. Then define the clear purpose. എന്തിനാണ് നമ്മൾ ആ ഒരു ടോപ്പിക് ചൂസ് ചെയ്തത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓഡിറ്റ്? ഇന്ന ടോപ്പിക് നമ്മൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, എന്താണ് അതിന്റെ പർപ്പസ്, ലക്ഷ്യം എന്താണ്? And also to provide necessary terms of audit to the organization. ഓർഗനൈസേഷന് അതിന്റെ അനുസരിച്ച് ആ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുകയും ആ ഒരു ടോപ്പിക് എന്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തു, അതിന്റെ പർപ്പസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് നടത്തുന്ന സ്റ്റാഫ്സിന് അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ അത് ഇങ്ങനെയുള്ള റിസോഴ്സസ് വേണം. അതുപോലെ തന്നെ ടോപ്പിക് വേണം. ആ ടോപ്പിക്കിന് എന്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തു എന്നുള്ളതിന്റെ ലക്ഷ്യം വേണം. ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതാണ് ഒരു ഓഡിറ്റിന് വേണ്ടി. അപ്പൊ ഒരു ഓഡിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന് പ്രോപ്പർ പ്രിപ്പറേഷൻ ആണ്. ആ പ്രോപ്പർ പ്രിപ്പറേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താ പറയാ സക്സസ്ഫുള്ളി നമുക്കത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ടോപ്പിക് ഫോർ ദ ഓഡിറ്റ് എന്ന് പറയുന്നതും ആ ഓഡിറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നതും ആൻഡ് ഓൾസോ ഹൗ ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ദ റിസോഴ്സസ് ടു ദ ഓഡിറ്റിംഗ് സ്റ്റാഫ്. ഓഡിറ്റിംഗ് സ്റ്റാഫിന് അത് എങ്ങനെയുള്ള റിസോഴ്സസ് വേണം, അത് അവർക്ക് കൊടുക്കാൻ അവിടെ അവൈലബിൾ ആണോ എന്നുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നേരത്തെ കുട്ടി പ്രിപ്പയർ ചെയ്യണം. അതാണ് ഒരു ഓഡിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത്. ആ 2 സെന്റൻസേ ഉള്ളൂ അതിനകത്ത്, പക്ഷെ 2 സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ 2 സെന്റൻസും? ഒന്നാമത്തേത് പ്രോപ്പർ പ്രിപ്പറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് ആൻ ഓഡിറ്റ് പ്രോജക്ട്. പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്ന് പറയുന്ന സെന്റൻസ് ക്ലിയർ ആണോ? യെസ്. അടുത്തത് എസെൻഷ്യൽ കമ്പോണന്റ് ഫോർ ഡിസൈനിങ് എ വാല്യുബിൾ ക്ലിനിക്. ഒരു നല്ലൊരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഏതൊക്കെയാ? ചൂസിങ് ദ ടോപ്പിക്,
defining clear purpose, providing necessary organization in terms of audit staff and resources. ഓഡിറ്റ് സ്റ്റാഫ് ആവശ്യത്തിന് വേണം, അവർക്ക് വേണ്ട റിസോഴ്സസ് ആവശ്യത്തിന് വേണം, ഇതൊക്കെ കൊടുക്കാൻ നമ്മുടെ ഓർഗനൈസേഷന് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം. ഓഡിറ്റിംഗ് അങ്ങനെ ചെയ്യണമെങ്കിൽ കുറെ സ്റ്റാഫ് ആവശ്യത്തിന്, അതായത് നമ്മളുടെ ആ ഓഡിറ്റിംഗ് പ്രോസസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ നമുക്ക് അതിനു വേണ്ടി കൊടുക്കണം. അവരുണ്ടോ? ഇനി അവർക്ക് കൊടുക്കേണ്ട റിസോഴ്സസ്, അവരുടെ ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കേണ്ട റിസോഴ്സസ്, വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓർ നോട്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ the first step, that means the first step, initial step in audit is to determine the topic. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ എന്താ പറയാ പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ ടോപ്പിക്, ആ ടോപ്പിക് തിരഞ്ഞെടുക്കുക എന്നതാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താ പറയാ what are the care provided by the organization, നമ്മുടെ ഹോസ്പിറ്റൽസ് എങ്ങനെയുള്ള കെയറിംഗ് ആണ് കൊടുക്കുന്നത്, അവരുടെ കെയറിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓഡിറ്റ് നടത്തുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് കെയർ ഇസ് ഗിവൺ പ്രൊവൈഡ് ടു ദ പേഷ്യൻസിന് എങ്ങനെയുള്ള കെയറാണ് കൊടുക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റും അതിന്റെ റിസൾട്ട് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ക്ലിനിക്കൽ ഓഡിറ്റിൽ ഉണ്ടാകുക. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇറ്റ് ഷുഡ് ബി ഗിവൺ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അതായത് നമുക്ക് ഓഡിറ്റിംഗ് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ ഓഡിറ്റിംഗ് നടത്തട്ടെ, അതിന് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ആവണം. അതായത് നമുക്ക് അതിന് ആ എന്താ പറയാ ഓഡിറ്റിംഗ് നടത്താൻ നമുക്ക് ചിലപ്പോൾ കുറെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ. നമുക്ക് ഒരു മാർഗവുമില്ല, ഇതിനെ കുറിച്ച് പഠനം നടത്തണം, ഇതിനെ കുറിച്ചൊരു വിലയിരുത്തലുകൾ നടത്തണം, പക്ഷെ അതിന് ആവശ്യമായ ഡാറ്റ ഇല്ല. സോ ഹൗ ക്യാൻ ബി കണ്ടക്ട് ദ ക്ലിനിക്കൽ ഓഡിറ്റ്? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓഡിറ്റിംഗ് നടത്താൻ പറ്റുമോ? ഈസിലി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് അത് നമ്മൾ നോക്കണം, അത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ്, അതുപോലെ തന്നെ സോഴ്സ്, അതായത് നമുക്ക് ഈ പറയുന്ന ഡാറ്റാസ് നമുക്ക് കിട്ടാനുള്ള ചില സോഴ്സുകൾ, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ പറയാ കോൺസിക്വൻസസ്. അപ്പൊ ഡാറ്റാസ് ഈസിലി അവൈലബിൾ ആയിരിക്കും, ആൻഡ് ഓൾസോ ദ സോഴ്സസ് ഫ്രം വേർ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് and what are the consequences of that particular data. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ നേരത്തെ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അസസ്മെന്റിന് വേണ്ടിയിട്ട് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഡാറ്റാസ് ആയിരിക്കാം. അങ്ങനെയാണോ? അല്ല, ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റെട്രോസ്പെക്റ്റീവ് ഡാറ്റ കളക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രോസ്പെക്റ്റീവ് ഉണ്ട്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ഡാറ്റ, നേരത്തെ തന്നെ ഈ നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ നോക്കി അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠനത്തിന് വിധേയമാക്കാം. അതല്ലെങ്കിൽ നേരിട്ട് അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ, ദ ഡാറ്റ വിച്ച് ഈസ് നോട്ട് അവൈലബിൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇപ്പൊ തന്നെ എന്താ പറയാ നേരിട്ട് പേഷ്യൻസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സസിലൂടെയോ എന്ത് ചെയ്യും, നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഇത് ഏത് രീതിയിലും ആകാം, പക്ഷെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. ഏത് രീതിയിലാണെങ്കിലും ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിന് പ്രോസ്പെക്റ്റീവ് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ പറഞ്ഞത് ഇറ്റ്സ് ടൈം കൺസ്യൂമിങ് അല്ലെ, കുറച്ച് സമയം എടുക്കും, അതുപോലെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെ, സമയം കുറച്ച് കൂടുതൽ എടുക്കും. മറ്റേത് റെക്കോർഡിൽ ഉണ്ട് ഓൾറെഡി, അവിടെ നിന്ന് പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി അല്ലെ, നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഡാറ്റ അവിടെ നിന്ന് റിട്രീവ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റൽസിലെ പല പല ഡിപ്പാർട്ട്മെന്റിലുമുള്ള കമ്പ്യൂട്ടേഴ്സിൽ അത് അവൈലബിൾ ആയിരിക്കും. So we can retrieve that particular data അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഡാറ്റാസ് അവൈലബിൾ ആണ്, ഈസിലി കളക്ട് ചെയ്യാം. ഇനിയിപ്പോ ഓൾറെഡി ഡാറ്റ ഇല്ല, നമുക്ക് എന്താ പറയാ പുതിയതായിട്ട് നമ്മളൊരു അസസ്മെന്റ് നടത്താൻ ഓഡിറ്റിംഗിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പുതിയൊരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദർ വിൽ നോട്ട് ബി അവൈലബിൾ റിസോഴ്സസ്, അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ റിസോഴ്സസ് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഫോർ ദ ഫസ്റ്റ് ടൈമാണ് അത്തരം കാര്യത്തെ കുറിച്ച് നമ്മളൊരു പഠനം നടത്താൻ പോണേ, ഓഡിറ്റിംഗ് വിലയിരുത്തലുകൾ നടത്താൻ പോണേ. അപ്പൊ ചിലപ്പോൾ പ്രീവിയസ്ലി ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, ആളുകളെ സമീപിച്ച് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ഏത് സോഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, നമ്മൾ ഇപ്പൊ ആക്റ്റീവായിട്ട് കളക്ട് ചെയ്യുന്നു ഡാറ്റ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയം എടുക്കുന്നത്, പക്ഷെ അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ നേരിട്ട് ചെന്ന് നമ്മളുടെ തന്നെ കുറച്ച് ഐഡിയാസ്, നമ്മളുടെ ബുദ്ധിയും കാര്യമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് പല കാര്യങ്ങളിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ്. എന്നിട്ട് നമ്മളുടേതായ രീതിയിൽ നമ്മൾ അതിനെ ഒരു ഡാറ്റയായിട്ട് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് വേണ്ട റിസോഴ്സ് ആയിട്ട് മാറ്റുന്നു. സോ അതൊക്കെ
നമുക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് എവിടെ നിന്നാണ് അത് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സ്റ്റെപ്പിലുണ്ടായിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പില് ടു ഡിറ്റർമിൻ ദ ടോപ്പിക്. അപ്പൊ ടോപ്പിക് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിന് വേണ്ട ഡാറ്റാസ് വെദർ ഇറ്റ് ഈസ് അവൈലബിൾ ഓർ ഫ്രം ദ സോഴ്സ് ഫ്രം വിച്ച് ദ ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ്, ഇതൊക്കെ അറിയണം. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം, ഓഡിറ്റിങ്ങിന് നമ്മൾ ടോപ്പിക് തെരഞ്ഞെടുക്കുമ്പോൾ ദ പേഴ്സണൽസ് ദോസ് ഹു ആർ ടു ബി ഇൻവോൾവ്ഡ്, ആ ഓഡിറ്റിങ്ങിന്റെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള അതിനകത്ത് വേണ്ട ജോലിക്കാർ ആരൊക്കെയാണ് ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നത്, അവർക്കും കുറച്ചുകൂടി എന്താ പറയാ അവരുടേതായ ഒരു സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം ആ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഓഡിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സോ അവിടെയുള്ള സർജൻസ് അവരുടെ അവൈലബിൾ ടൈം അല്ലെ, നമുക്ക് അവരെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അവരെ കൂടി ആ ടീമിനെ കൂടി ഉൾപ്പെടുത്തണം. സോ അവരുടെ സമയം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ എന്താ പറയാ മറ്റ് പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. എന്നിട്ടാണ് ആ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. കാരണം വെദർ വി ക്യാൻ ഇൻക്ലൂഡ് ദം, ആ ഒരു സർജൻസിനെയൊക്കെ നമുക്ക് ഈ ഒരു ഓഡിറ്റിംഗിന്റെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അവരുടെ ഒരുപാട് ബിസി സ്കെഡ്യൂളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയാണ് ഇവിടെ ഓഡിറ്റിംഗ് നമുക്ക് നടത്തുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്, ആ ഒരു ടീമിന്റെ ഭാഗമാകണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവരുടെ ആ ഒരു സ്കെഡ്യൂൾ ഭയങ്കര ബിസി ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് ഓരോ ദിവസം ഇന്ന സർജറീസ് ഇത്ര പേഷ്യൻസിനെ അവര് എന്താ പറയാ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതിന്റെ തിക്കിന്റെ തിരക്കിനിടയിൽ ഈ ഓഡിറ്റ് ടീമിലൊക്കെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് അല്ലെ, ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവർക്ക് സെറ്റിംഗ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാനും അവരെ ആ പേഴ്സണൽസിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ. മനസ്സിലായോ? ആൻഡ് ഓൾസോ വേരിയസ് അതർ കൺസെപ്റ്റ്സ് ഹാവ് ടു ബി കൺസിഡർഡ്. മറ്റു പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി, അതാ പറഞ്ഞ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പൊടിച്ചാട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു പ്രീ പ്ലാൻഡ് ആണ്. പലവരുടെയും അവൈലബിലിറ്റി, അവരുടെ പ്രോബ്ലംസ്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറ്റ് പ്രയോറിറ്റീസ് ഉണ്ടെങ്കിൽ അവർ അതാ ചെയ്യേണ്ട. അവിടെ നമുക്ക് അസസ്മെന്റ് ഓഡിറ്റിങ്ങിനല്ല പ്രാധാന്യം. ഇപ്പൊ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസ് ഉണ്ട്, ഇത്ര ദിവസം വരെ ചാർട്ട് ചെയ്ത് ഒരു വീക്ക് കംപ്ലീറ്റ് ആ സർജൻസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അവർക്ക് സർജറി പ്രോസസ്സിലൊക്കെ പങ്കെടുക്കേണ്ടവരാണ്. അവരോട് പറഞ്ഞിട്ട് ഇന്ന ഡേറ്റിൽ വരണം, എന്താ പറയാ ഓഡിറ്റിങ്ങിന്റെ ഇന്ന കാര്യങ്ങൾ നമുക്ക് ഇതാക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ അത്ര നല്ല രീതിയല്ല. അപ്പൊ അതൊക്കെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഓഡിറ്റിംഗ് നടത്തുന്നത്, ഓഡിറ്റിംഗിന്റെ ടോപ്പിക് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമിൻ ദ ടോപ്പിക് ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The initial step in designing a clinical audit is to determine the topic. Okay, first sentence. Then അടുത്തത് last sentence ആണ്. The personnel involved in the audit have a key role in setting priorities among clinical problems to deal with. By choosing a suitable theme, various aspects should be considered. പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം. ആരാണോ ഇതിന്റെ ഓഡിറ്റിംഗിന്റെ ടീമിൽ ഉൾപ്പെടുത്തവര് അവരുടെ പ്രയോറിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓഡിറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, ടു ഡീൽ വിത്ത് വരെ നമുക്ക് അണ്ടർലൈൻ ചെയ്താൽ മതി. സെക്കൻഡ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ദ പേഴ്സണൽ എന്ന് തുടങ്ങുന്ന ഭാഗം തുടങ്ങി ടു ഡീൽ വിത്ത് എന്ന് പറയുന്നത് വരെ. ഓക്കെ, സോ ഈ പറയുന്ന എന്താ പറയാ നമ്മളുടെ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വെൻ വി ആർ സെലക്ടിങ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ. ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പെട്ടി ഇവിടെ ഒറ്റ ബോക്സ് ആണ് കേട്ടോ. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യമൊക്കെ കൂടി കൺക്ലൂഡ് ചെയ്ത് ഒരു ബോക്സ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. ഫോർ ദ ചോയ്സ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് തീം ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു തീം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ the factors which have to be considered is given below. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് താഴെ 3 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് 3 പോയിന്റ്. മറ്റേത് പെട്ടിയുടെ ഏറ്റവും മുകളിലുള്ള ഒരു ഹെഡിങ് ആണ്. എന്താണെന്ന് നിങ്ങൾക്ക് 2 റെക്ടാങ്കുലർ ബോക്സ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ബിക്കോസ് അത് 2 പേജിലായിട്ടാണ്. നിങ്ങളുടെ അങ്ങനെ തന്നെയാണോ? ഒറ്റ ബോക്സ് ആണ്. ആ ബോക്സിന്റെ ഏറ്റവും മുകളിലത്തെ ഒരു ഹെഡിങ് ആണ്. ഹെഡിങ് മീൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അസസ് ചെയ്യണം എന്നുള്ളതാ പറയുന്ന 3 പോയിന്റ്സ് ആണ്. നമ്പർ ഇട്ടോ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റിന് മുമ്പിൽ ഇട്ട് കൊടുക്കാം. ഒന്നാമത്തേത്, the problem to be audited has an important impact in terms of
കോസ്റ്റ്, റിസോഴ്സ് ഓർ റിസ്ക്. എന്താണ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതൊന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ഒരു ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്. എന്ത് ഓഡിറ്റിംഗ് ആണോ നമ്മൾ നടത്തുന്നത്, ഏത് കാര്യത്തെ കുറിച്ചാണോ നമുക്ക്, ഏത് പ്രോബ്ലത്തെ കുറിച്ചാണോ വി ഹാവ് ടു ഓഡിറ്റിംഗ് നടത്തേണ്ടത്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. എന്നിട്ട് വേണം ആ ഓഡിറ്റിന്റെ ടോപ്പിക് ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളെ നമ്മൾ മനസ്സിൽ കാണണം എന്നാണ് അതിൽ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത്. അതിന് വരുന്ന കോസ്റ്റ്, അതിന് വേണ്ടി വരുന്ന റിസോഴ്സസ്, അതിന് എത്രത്തോളം റിസ്ക് ഉണ്ട്, ഈ 3 കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യാൻ പോകുമ്പോൾ എത്രത്തോളം ഓഡിറ്റിംഗിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്. സം മേ ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് കോസ്റ്റ്. ചില ഓഡിറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ ഒരുപാട് കാശ് ചിലവഴിക്കേണ്ടി വരും. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നടത്തുക എന്നുള്ളത് ഒരു അസസ്മെന്റ് ആണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഹാസ് ടു ബി അസസ്ഡ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിനകത്ത് കുറച്ച് പേഴ്സണൽസ്, കുറച്ച് ജോലിക്കാരെ ഉൾപ്പെടുത്തണം. അതിന് വേണ്ട റിസോഴ്സസ് വേണം. അതിന് വേണ്ടി വരുന്ന റിസോഴ്സസിന്റെ എമൗണ്ട് ഒക്കെ വളരെ വലുതായിരിക്കും. അതിനകത്ത് ഉൾപ്പെടുന്ന ഒരുപാട് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഒരു ഓഡിറ്റ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ നടത്തണമെങ്കിൽ അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചില ഫാക്ടേഴ്സ് ആണ്. ഇതിൽ ഒന്നാമത്തേത്, ദ പ്രോബ്ലം ടു ബി ഓഡിറ്റഡ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ഇമ്പാക്ട്. നല്ലൊരു ഇമ്പാക്ട് ഉണ്ട്. ഏതില് എന്തൊക്കെ കാര്യങ്ങളിലെ ഇമ്പാക്ട് ഉള്ളത്? കോസ്റ്റ്, റിസോഴ്സസ് ആൻഡ് റിസ്ക്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ആ പെട്ടി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെട്ടി ഇമ്പോർട്ടന്റ് ആണ്. പെട്ടിയുടെ മുകളിലുള്ള ഒന്നാമത്തത് പോയിന്റ് അല്ല. ഫോർ ദ ചോയ്സ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് ഓഡിറ്റ്, ഒരു നല്ലൊരു തീം ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ദ പ്രോബ്ലം ടു ബി audited has an important impact in terms of cost, resources or risk. ഇതൊക്കെ നോക്കണം. എത്ര ചെലവ് വരും, എന്തൊക്കെ റിസ്കുകൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, കിട്ടാനുണ്ടോ റിസോഴ്സസ്. നമുക്ക് ഈ ഓഡിറ്റിംഗ് നടത്തണം, പക്ഷെ അതിന് വേണ്ടത്ര റിസോഴ്സസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ വി കനോട്ട് കണ്ടക്ട് ദാറ്റ് പർട്ടിക്കുലർ ഓഡിറ്റ്. പറ്റുമോ? നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യണം, ആ കാര്യം ചെയ്യാൻ ചില സാധനങ്ങൾ ആവശ്യം ഉണ്ടാകും അല്ലെ? ചില ഗുഡ്സ് ആയിരിക്കാം, ചില സർവീസസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗുഡ്സും സർവീസും നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ ഹൗ ക്യാൻ വി ഡു ദാറ്റ് തിങ്? നമ്മൾ ഉദ്ദേശിച്ച കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? പറ്റൂല. എനിക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സാധനവും ഇല്ല, അപ്പൊ അതിനുള്ള മറ്റ് കാര്യങ്ങളില്ല, ഫെസിലിറ്റി ഇല്ല, പിന്നെ ഞാനത് അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്. ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ കോസ്റ്റ്ലി ആണ്, റിസോഴ്സസ് ഒരുപാട് ആവശ്യമാണ്. റിസോഴ്സസ് വാങ്ങാൻ തന്നെ ചിലപ്പോ കോസ്റ്റ് ചിലപ്പോ കൂടും അല്ലെ? അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക്, കുറെ പേരെ റിസ്ക് ചെയ്യണം, കുറെ ആൾക്കാരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ കുറെ ഡോക്ടേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പൊ അവരെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് സമയമൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ കടം വാങ്ങിക്കുകയാണ്, ബോറോ ചെയ്യാണ് ഈ ഒരു അസസ്മെന്റിന് വേണ്ടി. അപ്പൊ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു റിസ്ക് ആണ് ശരിക്കും അല്ലെ? അത് റിസ്ക് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ഒത്തിരി റിസ്ക് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ ഒത്തിരി മറ്റു കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ടാണ് ചെയ്യാം. ദെൻ സയന്റിഫിക് എവിഡൻസ് അവൈലബിൾ ആണോ എന്നുള്ളത് എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ഡാറ്റ ഇഫ് യു ആർ കളക്ടിങ് ഫോർ എ പെർട്ടിക്കുലർ ക്ലിനിക്കൽ ഓഡിറ്റ്, ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ഏതെങ്കിലും മേഖല നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മള് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമുക്ക് പ്രൂഫ് ചെയ്യാൻ എന്ന് വെച്ചാൽ ആ ഓഡിറ്റിംഗ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കും നമുക്ക് ചില പ്രൂഫ് ഒക്കെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ, അത് കിട്ടുമോ ഉണ്ടോ എന്നുള്ളത്. എവിഡൻസ് എന്ന് പറയുമ്പോൾ സം ഗൈഡ് ലൈൻസ്. നമുക്കറിയാം ഹോസ്പിറ്റൽസില് ഡോക്ടേഴ്സിന് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച് അവിടെ കുറെ ഗൈഡ് ലൈൻസ് ഉണ്ട്, അവർക്ക് ഫോളോ ചെയ്യേണ്ട. ഹോസ്പിറ്റൽ പ്രൊഫഷണൽസ്, സ്റ്റാഫ്സ്, ഡോക്ടേഴ്സ്, പ്രാക്ടീഷണേഴ്സ് ഒക്കെ അവർ ഫോളോ ചെയ്യേണ്ട കുറെ ഗൈഡ് ലൈൻസ്. പിന്നെ അവിടുത്തെ കുറച്ച് റിവ്യൂസ്, സിസ്റ്റമാറ്റിക് റിവ്യൂസ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ്സ്, ഫ്രം ദ പേഷ്യൻസ്, പല ആളുകളിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടുന്ന റിവ്യൂസ്. ഇതിനൊക്കെ സ്ട്രോങ് എവിഡൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ലഭ്യമാണ് അതും മറ്റൊരു കാര്യമാണ്. എന്തിന്? ഒരു നല്ല ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ട ഫാക്ടേഴ്സിൽ മറ്റൊരു കാര്യമാണ് whether there is some scientific evidence available. നമുക്ക് ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടോ?
ആ ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസും സം ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് റിവ്യൂസും. മനസ്സിലായോ? ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമുക്ക് എന്താ പറയാ ഒരു ഓഡിറ്റിംഗ് നടത്താൻ പറ്റും. അപ്പൊ ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടാനായിട്ട്. ക്ലിയർ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് മനസ്സിലായോ? Clear ആണല്ലോ? Yes. Okay. And the third one is the improvements made on the subject in question can be easily evaluated and a source of important clinical or organizational consequence. ഇനി നമ്മൾ എന്താ പറയാ ഏതെങ്കിലും തരത്തില് നമുക്ക് എവിഡൻസ് ഉണ്ട്, നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും അധികമില്ല. സോ വി ഹാവ് ടു കണ്ടക്ട് ദ ക്ലിനിക്കൽ ഓഡിറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. ആ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടിന്റെ ബേസിസിൽ വാട്ട് ഓൾ ഇംപ്രൂവ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത് ഇന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ഇംപ്രൂവ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ്. എന്തൊക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റുകളൊക്കെ ചെയ്യാൻ പറ്റും, അത് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഇംപ്രൂവ്മെന്റുകളാണോ, അതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പറ്റണം. അതും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലിനിക്കൽ ഓഡിറ്റ് അതിന്റെ എന്തൊക്കെ കോസ്റ്റ്, എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, എന്തൊക്കെ റിസ്കുകൾ ഉണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എവിഡൻസ് ആണ്. സംടൈംസ് ഇറ്റ് മേ ബി ഗൈഡ് ലൈൻസ് ഓർ സംടൈംസ് ഇറ്റ് മേ ബി സിസ്റ്റമാറ്റിക് റിവ്യൂസ്. പല ആളുകളുടെ റിവ്യൂസോ ഗൈഡ് ലൈൻസോ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള എവിഡൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അത്തരം എവിഡൻസ് ഉണ്ടോ? ആൻഡ് ഓൾസോ നമ്മളിതിന്റെ ഡാറ്റാസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കി ചെയ്തതിന് ശേഷം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇംപ്രൂവ്മെന്റ്സ് വിച്ച് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, എവിടെയൊക്കെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ അതിന് ഈ ഇംപ്രൂവ്മെന്റുകൾ നടത്തേണ്ടി വരുന്നത് എപ്പോഴാണ്? ഇന്ന ഡിപ്പാർട്ട്മെന്റ് അവിടെ കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. സോ there may arise some questions. ചില ചോദ്യങ്ങൾ അങ്ങനെ ഉയരും. എന്തുകൊണ്ട് അവിടെ അങ്ങനെ താഴ്ന്നു പോയി, അവിടുത്തെ ക്വാളിറ്റി അത്ര അങ്ങോട്ട് ആയിട്ടില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. then only we can make improvements. അങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റുകൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ നടത്തണമെങ്കിൽ നല്ല ഒരു ടീം ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ 3 മനസ്സിലായോ? 3 പോയിന്റും ആ പോയിന്റുകൾ തന്നെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ ലൈക്ക് the problem to be audited has an important impact in terms of dash cost, resources or risk. ഇത് 3 അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ സയന്റിഫിക് എവിഡൻസ് എന്താ പറയാ ക്ലിനിക്കൽ ഓഡിറ്റ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കും. അത് ഗൈഡ് ലൈൻസും സിസ്റ്റമാറ്റിക് റിവ്യൂസും ഒക്കെയാണ്. ആ പോയിന്റുകൾ തന്നെ വേണമെന്നില്ല, പോയിന്റുകൾക്കുള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് 3 പോയിന്റും നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ? സമയം നമ്മുടെ തുടക്കം തന്നെ ഒരു 10 മിനിറ്റ് നമ്മളുടെ പോയി. ആരുമില്ലല്ലോ. യെസ്. സോ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഉണ്ട്. ടു ഫേസ് എ പ്രോബ്ലം, അതായത് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന്റെ ഒരു ഏത് രീതിയിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ള ഒരു ഗുഡ് ചോയ്സ് നടത്താൻ വേണ്ടിയിട്ട് ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓഡിറ്റിംഗ് എന്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നില്ല? ഇറ്റ് ഇൻക്ലൂഡ്സ് സം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് വരുന്ന ക്ലിനിക്കൽ ടേംസിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഫോർ എ ഗുഡ് ചോയ്സ് ഓഫ് ഓഡിറ്റിംഗ് നടത്തുന്നതിന്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചോയ്സ് നമ്മൾ നടത്തുമ്പോൾ ഫേസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്യുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് താഴെ പറയുന്നത്. ആ ടേംസ് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഹൈ വോളിയം ഓഫ് വർക്ക്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നതും അല്ല, എന്താ പറയാ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ കുറച്ച് സമയം എന്താ പറയാ പോരാ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഒരുപാട് വോളിയം ഓഫ് വർക്ക് ഉണ്ട്. ചില പണിയില്ലേ നമ്മുടെ വീടുകളിൽ എത്ര എടുത്താലും തീരില്ല നമ്മൾ പറയില്ലേ ചില കാര്യങ്ങള്, അതുപോലെയാണ്. ഒരു കഞ്ഞി വെക്കുക, കറി വെക്കുക, അത് ആ പർപ്പസ് ആ സാധനം ചെയ്ത് കഴിഞ്ഞപ്പോ തീർന്നു അവിടെ. പക്ഷെ ചില ഭാഗമുണ്ട് അത് എത്ര നമ്മൾ ചെയ്താലും തീരാത്ത ചില ഭാഗങ്ങൾ, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഏത് ടൈപ്പ് ഓഫ് ജോലിയാണ്, എത്ര നാളുണ്ടാകും ചെയ്താലും തീരില്ല, അതിനൊരു അവസാനം ഇല്ലാത്ത പോലെ ലൈക്ക് ദാറ്റ്. അതുപോലെ നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫുൾ നമുക്ക് ആ ഡാറ്റയെ കളക്ട് ചെയ്ത് അതിൽ നിന്നും റിസൾട്ട് കിട്ടി ആ റിസൾട്ടിനെ നമ്മളൊരു കൺക്ലൂഡ് ചെയ്ത് നല്ലൊരു എന്താ പറയാ വിലയിരുത്തലുകൾ നടത്തി ആ വിലയിരുത്തലുകൾ നടത്തിയാൽ തീർന്നിട്ടില്ല, ഓഡിറ്റിങ്ങിന്റെ ആ ഒരു സംഭവം തീരില്ല. We have to make improvements. ഓഡിറ്റിംഗ് നടത്തിയതിനു ശേഷം അസസ്മെന്റ് നടത്തിയതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ നമുക്ക് ആ പർട്ടിക്കുലർ മേഖലകളിൽ കൊണ്ടുവരണം, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതുകൂടി ചെയ്ത് കഴിയുമ്പോഴാണ് കംപ്ലീറ്റിംഗ് ആവുക. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ഹൈ വോളിയം ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഓഫ് വർക്ക്, ഹൈ കോസ്റ്റ്. ഇനി നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ചെലവുകൾ, നമ്മുടെ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഉണ്ടാകുന്ന ചെലവുകളാണ്. നമുക്കറിയാം ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാശ് ചെലവാകും. അതുപോലെ തന്നെ കുറെ പേഷ്യൻസിനെയൊക്കെ നമുക്ക് ഇതിന് എന്താ പറയാ പഠന വിധേയമാക്കേണ്ടി വരും ഫോർ സ്റ്റഡി അല്ലെ, അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സ്റ്റഡി ഒക്കെ നടത്തണം. സോ അതൊക്കെ ചെലവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്ന മറ്റൊരു പ്രോബ്ലം ആണ് ഹൈ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഓൾസോ ഇൻ ടേംസ് ഓഫ് ഇക്കണോമി. ദെൻ ഹൈ റിസ്ക് ആണ്. റിസ്ക് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. കുറെ കാര്യങ്ങൾ നമ്മൾ റിസ്ക് ചെയ്തിട്ടാണ് നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താൻ പറ്റുള്ളൂ. ഹൈ വേരിയബിലിറ്റി. ഇനി ഇതിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം, ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പൊ ഇഫ് എനി ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമ്മളൊരു ഓഡിറ്റിംഗ് നടത്തുകയാണ്, പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല നടക്കുക, അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. വരുന്ന പേഷ്യൻസിന്റെ ആ പേഷ്യൻസിന് ഉണ്ടാകുന്ന ഡിസീസസിന്റെ നേച്ചർ പ്രത്യേകതകളൊക്കെ ഇങ്ങനെ മാറി മാറിയായിരിക്കും. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരാള് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു എന്തെങ്കിലും സുഖമായിട്ട് ചെന്നിരിക്കാം, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആള് വരുന്നത് ഈ ഒരു രോഗവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും പേഷ്യന്റ് ആയിരിക്കും. സോ ദർ വിൽ ബി ഹൈ വേരിയബിലിറ്റി. അപ്പൊ നമുക്ക് പഠനവിധേയമാക്കുന്നതിന് കുറച്ച് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് വേരിയബിലിറ്റി ആണ്. വേരിയഡ് നേച്ചർ ഓഫ് ഡിസീസസ് ആയിരിക്കാം, പല കാര്യങ്ങളിലും വേരിയബിലിറ്റി ഉണ്ട്, വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതും ഒരു ഭയങ്കര കാര്യമാണ്. ഒരേപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്ക് പഠനം നടത്താനും അതിനനുസരിച്ച് ഓഡിറ്റിംഗ് നടത്താനൊക്കെ ഈസി ആയിരിക്കും. പക്ഷെ ഈ വേരിയഡ് കണ്ടീഷൻസ് വരുമ്പോ ഈ വ്യവസ്ഥകളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുമ്പോ നോട്ട് ഈസി. അത് പെട്ടെന്ന് എടുക്കുന്നത് പറ്റുന്ന കാര്യമല്ല. ഹൈ കോംപ്ലക്സിറ്റി, കോംപ്ലക്സ് നേച്ചറാണ്. പല കോംപ്ലക്സ് നേച്ചറുള്ള രോഗങ്ങളല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫീൽഡേ തന്നെ കോംപ്ലക്സിറ്റി നിറഞ്ഞതാ അല്ലേ? അതെ അതെ, മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൈ കോംപ്ലക്സിറ്റി, കോംപ്ലക്സ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒരുപാട് ഉള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റൽസ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. ഹൈ ഇന്നോവേഷൻ. ഇനി അതിന്റെ പുതിയ പുതുമകളൊക്കെ കൊണ്ടുവരണമെങ്കിൽ പുതുക്കണം. പല പല ഏരിയാസ്, പല ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് പുതിയ പുതിയ രീതിയിൽ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിനും ഒത്തിരി കാശൊക്കെ കൂടുതലാണ്. പുതിയ നമുക്കറിയാം ഓരോ പണ്ടത്തെ രീതിയിൽ നിന്നും ഡിഫറെന്റ്ലി ഒരുപാട് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നടത്തിയിട്ടുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റൽസിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസില്. എന്താ പണ്ട് ഉപയോഗിച്ചിരുന്ന രീതികളൊന്നുമല്ല ഇപ്പോ. ഡോക്ടേഴ്സ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിന് പല രോഗങ്ങളെയും എന്താ പറയാ ഡയഗ്നോസിസ് ചെയ്ത് എന്ത് രോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ പണ്ടത്തെ രീതിയൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്നോവേഷൻസ് ഇങ്ങനെ എന്താ പറയാ സമയം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നോവേഷൻസ് ആണ്. അപ്പൊ അതും മറ്റൊരു ഇവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ്. സോ ദീസ് ആർ ദ എന്താ പറയാ ഒരു നല്ല ഓഡിറ്റിംഗ് നടത്താനായിട്ട് നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ. A good choice to face a problem that involves the clinician in terms of high volume of work, high cost in terms of health and economic, high risk, high variability, high complexity and high innovation. Clear ayo? മനസ്സിലായോ? Okay. ആ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്നുള്ളത് ആ പോയിന്റ് ഉണ്ട്, 6 ടിക്കറ്റ് വയ്ക്കാം. Yes, okay. So why selecting a topic for audit, clinical audit? Auditing വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ ഒരു കാര്യം അവര് പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റയർ ഇവന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ചില കാര്യങ്ങള് ഹോസ്പിറ്റൽസിൽ വല്ലപ്പോഴും ചില രോഗങ്ങളൊക്കെ ഒരു 1000 ഒരെണ്ണം
അല്ലെങ്കിൽ ഒരു 10,000-ൽ ഒരെണ്ണം, അല്ലെങ്കിൽ ഒരു 1,00,000-ൽ ഒരെണ്ണം. ചില രോഗങ്ങൾ അങ്ങനെയാണ്, റയർ കേസസ് ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് അങ്ങനത്തെ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ടല്ലോ, ഇത് 1,00,000-ൽ ഒരാൾക്കൊക്കെ വരുന്ന രോഗമാണ്, അല്ലെങ്കിൽ ഒരു 10,000-ൽ ഒരാൾക്ക് വരുന്ന രോഗമാണ്. ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പല രീതിയിൽ നമ്മള് ഫിലിമിലൂടെ കേട്ടിട്ടുണ്ട്. തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അവരാ പറയുന്നത്. ഫിലിംസിലൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മളത് കേട്ടിട്ടുണ്ടാകുക. ചില രോഗങ്ങൾ ഇത് ഇങ്ങനെ ഒരു രോഗമാണ്, ഒരു വലിയ നീണ്ട പേരൊക്കെ പറഞ്ഞിട്ട് പറയും ഇതങ്ങനെ എല്ലാവർക്കും വരുന്ന രോഗമല്ല, ഇത് 1,000-ൽ 10,000-ൽ 1,00,000-ൽ ഒരാൾക്കൊക്കെ വരുന്ന രോഗമാണ് എന്ന് നമ്മൾ കേട്ടത്, നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല അങ്ങനെയുള്ള കേസസ്. പിന്നെന്താ പറയാ, ഒരു സ്പൊറാഡിക് അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ പ്രതികൂലമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ, നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെ പ്രതികൂലമായി ബാധിക്കാവുന്ന ചില സംഗതികൾ. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളൊരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. മനസ്സിലായി? മറ്റേ അത് റെയർ ആണല്ലോ, നല്ല കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ടോപ്പിക്കുകളൊന്നും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ സെലക്ടിങ് എ ക്ലിനിക്കൽ ഓഡിറ്റ്. ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന് വേണ്ടി അത്തരം അഡ്വേഴ്സ് ഇവന്റുകൾ, അതിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കണ്ടീഷൻസിൽ മാത്രമേ അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. ചിലപ്പോൾ മേ ബി ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത്, എല്ലാ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ വളരെ വിശാലമായ ഓഡിറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസിലി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, ഈസിലി നമുക്ക് ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാൻ പറ്റുന്നത്, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെത്തഡോളജീസ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് അതിന്റെ എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ റൂട്ട് കേസ് അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റുന്നത്. റൂട്ട് കേസ് അനാലിസിസ് എന്താ, ഇതിന്റെ ബോട്ടമി എന്ന് പറയും നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ളത് പഠിച്ച് അത് ചിലപ്പോ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്കത് പറ്റുള്ളൂ. ഫ്രീക്വന്റ് ആയി നടക്കുന്ന ചില രോഗങ്ങൾ, ചില ഉണ്ടാകുന്ന രോഗങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട്, അപ്പൊ ആ ഒരു രോഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പർട്ടിക്കുലർ ഒരു മരുന്ന് നമുക്ക് കണ്ടെത്തണം, അല്ലെങ്കിൽ ആ മരുന്നിലും കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വരുത്തണം. ആ രോഗം അത് പൂർണ്ണമായി മാറ്റാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ നമുക്കൊന്ന് ശമിപ്പിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കംപ്ലീറ്റ്ലി ആ രോഗത്തെ ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. സോ അത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള റിസർച്ച് നടത്തണം. ആ റിസർച്ച് നടത്തണമെങ്കിൽ വി ഹാവ് ടു മേക്ക് സം ഓഡിറ്റ്. ആ രോഗത്തെ കുറിച്ചൊരു, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ രോഗം വന്ന ആളുകളെ ഒരു ഓഡിറ്റിംഗ് നടത്തണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്. അപ്പൊ ആ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിന്റെ റൂട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വരണം. കാരണം അത് നമുക്ക് പിന്നീടാണെങ്കിലും, ഇപ്പൊ തൽക്കാലം നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, രോഗം ഒരു ശമനം കൊടുക്കാൻ പറ്റുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി അതിനെ അങ്ങോട്ട് തുടച്ചു മാറ്റണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുതിയ ഇന്നോവേഷൻസ് നടത്തുക. അപ്പൊ അതിന് ഇന്നോവേഷൻസ് നടത്തണമെങ്കിൽ നമ്മൾ പല അസസ്മെന്റുകൾ നടത്തണം, ഓഡിറ്റിംഗ് നടത്തണം എന്ന് വിചാരിക്കാം, ഇമാജിൻ ചെയ്യാം. അപ്പൊ നമ്മൾ അതിന്റെ റൂട്ടീൻ കൂടി പഠിക്കണം. ഇതെങ്ങനെ അതെങ്ങനെ വന്നു, അതിന് കാരണം എന്തൊക്കെ, അതിനുള്ള തെളിവുകൾ പേഷ്യൻസിൽ നിന്ന് നമുക്ക് എന്താണ് എടുക്കുക, ടെസ്റ്റിലൂടെ നമുക്ക് റിസൾട്ട്സ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അങ്ങനെ അത്തരം രോഗം വന്ന കുറച്ച് പേഷ്യൻസിന്റെ ടെസ്റ്റിങ്ങുകളൊക്കെ പല രീതിയിലും ബ്ലഡോ മറ്റു ഫ്ലൂയിഡോ എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി, അതിൽ കോമൺ ആയിട്ട് കണ്ടെത്തിയ കാര്യം എന്താണ്. അപ്പൊ റൂട്ടീൻ തുടങ്ങി പഠിച്ച് മനസ്സിലായോ? അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ റൂട്ടീൻ തുടങ്ങി പഠിക്കാൻ, കോമൺ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന ടോപ്പിക്സ് ആക്ച്വലി സെലക്ടഡ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ 1,00,000-ൽ ഒരാൾക്ക് വരുന്ന റയർ ആയിട്ടുള്ള ഇവന്റ്സിനെ കുറിച്ച് നമ്മൾ റൂട്ടീൻ തുടങ്ങി പഠിച്ച് ഇനി അത്രയും ആ ഒരു രോഗം ഇനി വല്ല കാലത്ത് വരിക, മനസ്സിലായോ? അപ്പൊ അതിന് നമ്മൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഒരുപാട് റിസോഴ്സസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് പ്രൊഫഷണൽസിന്റെ പേഴ്സണൽസിന്റെ ഒക്കെ ഉപയോഗിക്കുന്നു, അവരുടെ മറ്റു സമയത്തെ നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ടുള്ള ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അതൊക്കെ വെരി വേസ്റ്റ് ഓഫ് ടൈം. അതിനൊക്കെ സമയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതൊക്കെ കുറച്ചുകൂടി എന്താ പറയാ വേണോ എന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇത്തരം മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ അതിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. സോ ആഫ്റ്റർ സെലക്ടിങ് ദ ടോപ്പിക് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്, ടോപ്പിക് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ് അതിന്റെ പർപ്പസ്, ആ ഒരു ഓഡിറ്റിന്റെ പർപ്പസ് എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്താണ് ചൂസ് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, ആ ഓഡിറ്റിംഗ് ഒരു ഡിസൈൻ കൊടുക്കണം, എങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം, അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ടോപ്പിക് സെലക്ട് ചെയ്തതിന് ശേഷം. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറയുന്നത്. വൺസ് ദ ടോപ്പിക് ഹാസ് ബീൻ സെലക്ടഡ്,
The purpose of the project must be defined. നമ്മൾ നേരത്തെ അണ്ടർലൈൻ ചെയ്തേക്കണ അതിനെ വേറൊരു രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസ് ആണ്. ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിക് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പർപ്പസ് എന്താണെന്ന്, ഓഡിറ്റിന്റെ പർപ്പസ് എന്താണെന്ന് നേരത്തെ പേജിൽ തന്നെ പറഞ്ഞു. അങ്ങനെ തന്നെ വീണ്ടും മറ്റൊരു രീതിയിൽ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു. Underline the same sentence. Once the topic has been selected, the purpose of the project must be defined so that a proper audit methodology can be chosen and decided. അതിനു വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും മെത്തഡോളജിയും നമുക്ക് ചൂസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റും ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഫസ്റ്റ് സെന്റൻസിൽ rare events such as complex clinical cases or sporadic adverse events are not an appropriate topic for clinical audits. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. രണ്ടെണ്ണം കേട്ടോ. അപ്രോപ്രിയേറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ് അവിടെ വരെ മതി. സ്പെറാഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇടയ്ക്കുള്ള പ്രതികൂല സംഭവങ്ങൾ. സ്പെറാഡിക് അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം അതാണ്. യെസ്, ഇനി നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പർപ്പസ്, ഗോൾ എന്ന് പറയുന്നത് എന്താ? ടു മേക്ക് ചേഞ്ചസ്, ടു മേക്ക് ഇംപ്രൂവ്മെന്റ്സ്, ടു മേക്ക് ന്യൂ ഇന്നോവേഷൻസ്, അല്ലെ? ടു മേക്ക് ന്യൂ പ്രോസസ്സസ്, പുതിയ പുതിയ പ്രോസസ്സുകൾ കൊണ്ടുവരിക, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, പുതിയ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരിക. അത് തന്നെയാണ് ഓഡിറ്റിന്റെ ലക്ഷ്യം. ഗോൾ ഓഫ് ഓഡിറ്റ് പ്രോജക്ട്. ഓഡിറ്റ് പ്രോജക്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോസസ്, ന്യൂ തിങ്സ് ഹാവ് ടു ബി ഇംപ്രൂവ്ഡ്. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പുതിയ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് അവിടെ. ഇപ്പൊ ലാബോറട്ടറിയിലെ കുറെ പ്രോട്ടോകോൾസ്, അതൊക്കെ മാറ്റങ്ങൾ വെച്ചു. ഒരു കാലഘട്ടത്തിൽ എപ്പോഴോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ പ്രോട്ടോകോൾസ് ഹാവ് ടു ബി ചേഞ്ച്. അവിടെയുള്ള അനാസസ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആ പ്രോട്ടോകോൾസിൽ മാറ്റങ്ങൾ വരുത്തി പുതുക്കണം, നമ്മൾ റിന്യൂ ചെയ്യണം, അല്ലെ? സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ മാറ്റങ്ങൾ വരണം. പണ്ടത്തെ സർജറി പ്രൊസീജിയേഴ്സ് ആണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. പണ്ടൊക്കെ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ഇത് തന്നെ ആലോചിച്ചാൽ മതി. ചില അസുഖങ്ങളൊക്കെ വരുമ്പോ എന്താ പറയാ, ലൈക്ക് ഇപ്പൊ നമ്മുടെ യൂട്രസിലൊക്കെ പല കംപ്ലൈന്റുകളൊക്കെ ലൈക്ക് ട്യൂമേഴ്സ് പോലെയുള്ളതൊക്കെ വരുമ്പോ അന്ന് എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാതെ നിൽക്കുന്ന ഒരുപാട് എന്താ പറയാ പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലാസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്ത് കളയാനാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു പാർട്ട് ഓഫ് അവർ ഓർഗനാണ്. അത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ വലുതാക്കി അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറിച്ച് അത് എടുത്ത് കളയുകയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മൊത്തം ഇങ്ങനെ കീറുണ്ട്. കുറച്ചുകൂടി എന്താ പറയാ കീ ഹോൾ സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെ? പല മെത്തേഡും ഉണ്ട്. ഇന്ന് നമുക്ക് എല്ലാ മെത്തേഡും നമ്മൾ എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പലതും പറഞ്ഞു കേട്ടും ഇതുപോലുള്ള കണ്ടറുകളും ഒക്കെയാണ് നമുക്കുള്ളത്. കണ്ടറ് മീൻസ് ഒരുപാട് ഈ പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റൽസ് നടക്കുന്ന സർജറീസും ഒക്കെ ചിലപ്പോ അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഡോക്ടേഴ്സ് ഒക്കെ അല്ലേ ഇപ്പൊ നമുക്ക് ഒരുപാട് അതിനുള്ള മീഡിയാസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ നമുക്ക് അത് സെർച്ച് ചെയ്ത് അതിന്റെ ഒരു രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മളുടെ എന്താ പറയാ ബുദ്ധിശക്തിയും അതുപോലെ നമ്മുടെ അറിവിനെ മെച്ചപ്പെടുത്താൻ ഇന്ന് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് മൊബൈൽ എന്ന് പറയുന്നത്. മിസ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മളുടെ ഇന്റർനെറ്റ് സൗകര്യവും അതുപോലെ തന്നെയാണ് ഇത്തരം ഡിവൈസ്. നമുക്ക് ഒരുപാട് അറിവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. കാരണം ഇങ്ങനെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഹോസ്പിറ്റൽസിൽ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് ഒരുപാട് രീതിയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അത്തരം പ്രോട്ടോകോൾസിൽ മാറ്റങ്ങൾ വരുത്താൻ, അത്തരം എൻഹാൻസ്മെന്റ് ഇൻ സർജറീസിൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാൻ, സർജറി പ്രൊസീജിയേഴ്സിൽ അതുപോലെ ഇപ്പോഴുള്ള സ്ട്രാറ്റജീസിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ ലക്ഷ്യം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓഡിറ്റിങ്ങിന്റെ ലക്ഷ്യത്തിന് ഒരു എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നതാണ് ലബോറട്ടറി പ്രോട്ടോകോൾസ് ചേഞ്ച് ചെയ്യാനായിട്ട്, സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, എൻഹാൻസ്മെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജീസ്, നിലവിലുള്ള സ്ട്രാറ്റജീസിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ. ഓക്കെ, ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
ചെയ്തോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അറിയണം. അപ്പോ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് അതാണ്. എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്? ടു മേക്ക് ഇൻട്രൊഡക്ഷൻസ് ഓഫ് ന്യൂ പ്രോസസ്. പുതിയ പുതിയ പ്രോസസ്സുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയ പുതിയ രീതികൾ കൊണ്ടുവരിക. ഓക്കെ. ആൻഡ് നമ്മൾ ബിഫോർ ബിഗിനിങ് ദ ക്ലിനിക്കൽ ഓഡിറ്റ്, ഇനി അതിനുശേഷം നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുമ്പോൾ ആ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷുഡ് ക്ലിയർലി ഡിക്ലെയർ ദ റിസോഴ്സസ്. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. അപ്പൊ ആ പ്രിപ്പറേഷൻസിൽ നമ്മൾ എന്താണ് ടോപ്പിക് ചൂസ് ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിക്ലെയർ വാട്ട് ആർ ദ റിസോഴ്സസ് അവൈലബിൾ. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, നമ്മുടെ ഈ ഓഡിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അത് മാനേജ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ചിലപ്പോൾ നമുക്ക് അവിടെ ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ നേരിട്ട് പോയി കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹാർഡ്വെയർ ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും. സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹോസ്പിറ്റൽസിന്റെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സയൻസ് സൂക്ഷിച്ചു ചെയ്യുന്ന ഡാറ്റാസ് ആയിരിക്കും. whatever it may be, അത് ഏത് രീതിയാണോ അത് മാനേജ്മെന്റിൽ നമുക്ക് അവരുടെ സപ്പോർട്ടോടുകൂടി എന്തൊക്കെ ഡാറ്റാസ് നമുക്ക് ഉണ്ട് നമ്മുടെ ഓഡിറ്റിന് വേണ്ടിയിട്ട് അതൊക്കെ കൃത്യമായിട്ട് അറിയാം. ദെൻ ഓൾസോ നെക്സ്റ്റ് തിങ്, അത് കഴിഞ്ഞിട്ട് എന്താ, അപ്പൊ ഡാറ്റാസ് കളക്ട് ചെയ്യാനുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. അതിനുശേഷം ട്രെയിനിങ് ഓഫ് ദ സ്റ്റാഫുകൾക്ക്, അതായത് ഓഡിറ്റിംഗിന്റെ ടീമിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആ സ്റ്റാഫ്സിനെയൊക്കെ നമുക്കൊന്ന് ട്രെയിനിങ് ചെയ്യണം. ഇന്ന കാര്യമൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പുറപ്പെടുന്നത്. അപ്പൊ ഒരു ട്രെയിനിങ് ജസ്റ്റ് ഒരു മാസത്തെ ട്രെയിനിങ് ഒന്നുമല്ല, കുറച്ച് ദിവസങ്ങളൊക്കെ അവർക്ക് പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെയാണെന്ന് ലൈക്ക് എഡ്യൂക്കേറ്റിംഗ് ദം. ആ ഓഡിറ്റിനെ കുറിച്ചിട്ടുള്ള ചില ഒരു എന്താ പറയാ പഠിപ്പിക്കുന്ന രീതിയാണ്. അതിന്റെ ടെക്നിക്സ്, ഓഡിറ്റിങ്ങിന്റെ ടെക്നിക്സും അതുപോലെ തന്നെ അതിന്റെ മറ്റ് സൗകര്യങ്ങളും ഡാറ്റ മാനേജ്മെന്റും എങ്ങനെയാണ് നമ്മൾ ആ ഡാറ്റയെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തണം. ഇതിനു മുമ്പ് ബിഫോർ കണ്ടക്ടിങ് ദ ഓർ സ്റ്റാർട്ടിങ് ദ ക്ലിനിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഡിക്ലെയർ ദ റിസോഴ്സസ് അലോക്കേറ്റഡ് ടു സപ്പോർട്ട്, that is hardware data അല്ലെങ്കിൽ software data, whatever it is required. Then training the staff. Then training the staff എന്ന് പറയുമ്പോൾ അതിനകത്ത് including education of clinical audit techniques, അതായത് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കലാണ്. പിന്നെ ഫെസിലിറ്റേഷൻ ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, അതൊക്കെ എങ്ങനെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ ഡാറ്റ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ എന്തിനു മുമ്പ് നടത്തണം, ക്ലിനിക്കൽ ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പേ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം ആ ഒരു സെന്റൻസ്, ബിഫോർ ബിഗിനിങ് എ ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തൊരു പാരഗ്രാഫ് കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആൻഡ് ഇൻ കൺക്ലൂഡിങ്, അതായത് നമ്മുടെ ഈ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രിപ്പറേഷൻസിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ഇത് ക്ലിനിക്കൽ ഓഡിറ്റ് ടീം, നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റിൽ ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സിംഗിൾ പേഴ്സൺ കനോട്ട് കണ്ടക്ട് ദ ഓഡിറ്റ്. ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഒരാൾ മാത്രമായിട്ട് പറ്റില്ല. ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ പ്രത്യേകിച്ച് ടീം, ഒരു ടീം ഉണ്ടായിരിക്കും അതിനകത്ത്. പക്ഷെ ആ ടീം സെലക്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എപ്പോഴും നമുക്കിപ്പോ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെന്ന് വിചാരിക്കാം, മറ്റേതെങ്കിലും ഏതെങ്കിലും ഒരു വലിയ മോള് അങ്ങനത്തെയൊക്കെയാണെന്ന് വിചാരിക്കാം. അവിടുത്തെ ഓഡിറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ ലൈക്ക് നമുക്കറിയാം, അവിടുത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ് നമ്മളവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നടക്കുന്ന കാര്യം. അക്കൗണ്ട്സ് ആണ് ഇവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത്. അവിടുത്തെ അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, ലെഡ്ജർ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ പ്രോഫിറ്റബിലിറ്റിയിലൊക്കെ നമ്മൾ എത്തുന്നത്. അതാണ് അവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത്. പക്ഷെ ഇൻ ഹോസ്പിറ്റൽസിൽ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു ബി ഓഡിറ്റഡ് വൺസ് ഇൻ എ ഇയർ, അല്ലെ? പറഞ്ഞല്ലോ, ഒരു ഡിപ്പാർട്ട്മെന്റ് പെർ ഇയറിൽ ഒരു എന്താ പറയാ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തിയിരിക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ നമ്മുടെ മറ്റു ഓർഗനൈസേഷൻസിലാണെങ്കിൽ ഒരു ഓഡിറ്റിങ്ങിന് ഒരു ടീം ഉണ്ടായിരിക്കും, അത് പെർമനന്റ് ആയിരിക്കും. ആ ടീം തന്നെയാണ് എല്ലായ്പ്പോഴും ഓഡിറ്റിംഗ് നടത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടീമിൽ ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അക്കൗണ്ട്സിൽ നിന്ന്, അവിടെ നിന്നൊക്കെ കുറച്ച് പേരൊക്കെ വെച്ചിട്ട് ഒരു ടീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും.
അത് വിൽ നോട്ട് ചേഞ്ച് ഐ തിങ്ക്. അതായത് അതിലങ്ങനെ മാറ്റങ്ങൾ വരാൻ വഴിയില്ല. പക്ഷേ ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ മാത്രമല്ല, അത് ഡിപ്പാർട്ട്മെന്റ് വൈസുള്ള ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അവിടെ കസ്റ്റമൈസ്ഡ് ടീമാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതായത് ആവശ്യത്തിന് യോജിച്ച രീതിയിലുള്ളത് എന്നാണ് അല്ലെ. നമ്മൾ കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് നമ്മൾ തയ്ക്കാറുണ്ട്, റെഡിമെയ്ഡ് കിട്ടും കടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെ, റെഡിമെയ്ഡ് കിട്ടും. ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ഫിറ്റ് ആയിട്ട് തോന്നില്ല, അവരുടെ എന്താ പറയാ ബോഡി ഫിറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പൊ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് തയ്പ്പിക്കണം, തയ്ച്ചാൽ മാത്രമേ ഇഷ്ടാവുള്ളൂ. അങ്ങനെയില്ലേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ ഇല്ല എല്ലാവരും? ചിലർക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാലും പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസും മറ്റൊക്കെ പറഞ്ഞു കൊടുത്താല് കറക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയും ഉള്ളവരുണ്ട്, അത് മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചില ഗട്ടിക്കുകളൊക്കെ റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്തത് കൂടാതെ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് അവരുടെ എന്താ പറയാ ആഡിൽ അവർ പറഞ്ഞു ചേർക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന രീതിക്ക് അവർ സ്റ്റിച്ച് ചെയ്ത് തരും, നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ വെച്ച്. അങ്ങനെയാണ് ഇവിടെ. അത് തന്നെയാണ് കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാണ് എന്ത് ഓഡിറ്റ് ആണോ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ പ്രൊഫഷണൽസിനെ അതുപോലെ ഡോക്ടേഴ്സിനെയൊക്കെയാണ് അവര് ഉപയോഗിക്കാം. ബിക്കോസ് ദ സ്കിൽ ഹാവ് ടു ബി നീഡഡ്. ആ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റിംഗ് നടത്താൻ ആ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ആവശ്യമായ സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ഓഡിറ്റ് പ്രോജക്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ടീമിനെ സെലക്ട് ചെയ്യണം. ലൈക്ക് അതിനൊരു ഉദാഹരണം അവർ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് മീൻസ്, for example, if the topic of the audit is the management of vascular access in patients undergoing hemodialysis, അതായത് ഹീമോഡയാലിസിസ് നടത്തുന്ന പേഷ്യൻസിന്റെ അവരുടെ വാസ്കുലർ അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള രക്തക്കുഴലുകളുടെ എന്തോ ഇതൊക്കെ പരിശോധിക്കാനൊക്കെ ഉള്ള ഒരു ഓഡിറ്റിംഗ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പൊ ഇല്ലേ, ഈ ഹീമോഡയാലിസിസിന് വിധേയമാകുന്ന പേഷ്യൻസിന്റെ അവരുടെ രക്തക്കുഴലുകളെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള ചില എന്തോ ഓഡിറ്റിംഗ് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. ഹീമോഡയാലിസിസ് അറിയാലോ, ഇത് നമ്മുടെ ഈ എന്താ പറയാ ബ്ലഡ് ഫിൽട്രേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഹീമോഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്ന ചില പേഷ്യൻസില് അവരുടെ വാസ്കുലർ ആക്സസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ് ടോപ്പിക്. സോ അതിനകത്ത് ആരും ഉൾപ്പെടുത്തണം? രക്തക്കുഴലുകളാണല്ലോ. അപ്പൊ അതിനകത്ത് ആരും ഉൾപ്പെടുത്തണം? അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആ ടീമിൽ, ഓഡിറ്റ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടവരെന്ന് പറയുന്നത് നെഫ്രോളജിസ്റ്റ് അല്ലെ. നെഫ്രോളജിസ്റ്റ് ആരാ നെഫ്രോളജിസ്റ്റ്? പെട്ടെന്നല്ലോ നമ്മൾ അല്ലേ നെഫ്രോളജിസ്റ്റ്. പിന്നെ ആരാ? അത് കിഡ്നി രക്തക്കുഴലുകളൊക്കെ ഇങ്ങനെ പോകുന്നതിന്റെ ഇതാണ്. പിന്നെ വാസ്കുലർ സർജൻസ്, വാസ്കുലർ രക്തക്കുഴലുകളുടെ സർജറി ഒക്കെ നടത്തുന്ന സർജൻസ്. പിന്നെ ഡയാലിസിസ് നടത്തുന്ന നഴ്സസിന്റെ കുറച്ച് 1-2 പേരൊക്കെ, അവരെയൊക്കെയാണ് നമ്മൾ ആ ഓഡിറ്റ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ഏത് ഏരിയ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നമ്മൾ അസസ് ചെയ്യുന്ന ഓഡിറ്റിംഗ് നടത്തുന്നത് ആ ടീമിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടീം എന്ന് പറയുന്നത് ആ ഒരു സംഭവങ്ങൾക്കുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന വ്യക്തികളായിരിക്കണം. നെഫ്രോളജിസ്റ്റ് ഇല്ലാതെ ആ എന്താ പറയാ ഈ പറയുന്ന നമ്മുടെ രക്തക്കുഴലിനെ കുറിച്ചുള്ള പഠനമൊക്കെ നടത്താൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് അല്ലാതെ ഈ ഓഡിറ്റിംഗ് നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെ അസസ് ചെയ്യണമെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് ആൾക്കാർ വേണം, അതിന്റെ നഴ്സസ് വേണം, അതുമായി ഡീൽ ചെയ്യുന്ന ആളുകളാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഓരോന്നിനും ഓരോ ടീമുണ്ട്. ഇവിടെ ടീം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഈ ഓഡിറ്റ് ടീം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായ ആണ് ഇവിടെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത. ഓക്കെ, കൺസേണിംഗ് ദ ഓഡിറ്റ് പ്രോജക്ട് ടീം, സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നത്. Concerning the audit project team, it is advisable that it be customized for the specific audit project with the team members providing many of the skills needed. എന്തൊക്കെ സ്കില്ലുകൾ ആവശ്യമുള്ള ആൾക്കാരാണോ വേണ്ടത് അവരെയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തണം. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ആയിരിക്കും വേണ്ടത്. അതിന്റെ എക്സാമ്പിൾ കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാണ്. If the topic of the audit is the management of vascular access in patients undergoing hemodialysis, it will be useful to include nephrologists, vascular surgeons and dialysis nurses in the audit team. ആ ഒരു സെന്റൻസ് എന്താണ് എക്സാമ്പിൾ കൂടി വായിക്കുമ്പോൾ നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. പിന്നെ ടീം എന്ത് ഓഡിറ്റ് നടത്തുന്ന ആ ടീമിലേക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യാവുന്ന പ്രൊഫഷണൽസ്, നഴ്സസ്, പ്രാക്ടീഷണേഴ്സിനെ ഒക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിനെയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ടീം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ അവിടെ വരെ നന്നായിട്ട് വായിച്ചു നോക്കുക. സെക്കൻഡ് പോയിന്റ് നമ്മുടെ അടുത്ത ദിവസം വലിയ നീണ്ട പോയിന്റ് ആണ്.
അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തത് നന്നായി പഠിക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ സി യു. നാളെ ഞാൻ ഉണ്ടാവില്ല, പകരം ഒരു ദിവസം ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ വന്നോളാം. ഓക്കെ, അവിടെ വരെ അപ്പോഴേക്കും ഒന്ന് നന്നായി വായിച്ചു നോക്കിയേ കേട്ടാ.